ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കിവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴിന്നും നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നമുക്ക് വീഡിയോയും വിശേഷങ്ങളും ഒക്കെ കാണാൻ പോകാം. നമ്മുടെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്. ഇന്ന് മാമ്പൂവോ ചക്കയോ ഒക്കെ വീഴുന്നതൊക്കെ തകർത്തെറിയാനാണെന്ന് തോന്നുന്നു പ്ലാൻ കേട്ടോ. അതിന് അങ്ങനെ പണ്ടത്തെ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ പറയത്തില്ലേ, മാവും പൂവും ഈ ചക്കയുടെ എന്താ കുഞ്ഞു ചക്ക വരുമല്ലോ, അതൊക്കെ ചിലപ്പം വീഴ്ത്താനായിരിക്കും ഇവന്മാരുടെ ശ്രമം. അതിനാണ് ഇങ്ങനെ ശക്തമായിട്ടുള്ള കാറ്റൊക്കെ അടിക്കുന്നത്. ഇതേ എൻ്റെ തെറ്റിയുണ്ടല്ലോ, നിറച്ചും പൂത്ത് കേട്ടോ, നിറച്ചും പോവാ. എന്നും ഞാൻ അവിടെ നിന്നല്ലേ പറയുന്നത്. ഇന്ന് ഞാൻ വിചാരിച്ചു വെറൈറ്റിയൊക്കെ വേണമല്ലോ എന്നും കേട്ടോ. അവിടെ ഭയങ്കര വെയിൽ, അതുകൊണ്ടാണ് ഇവിടെ വന്ന് നിന്ന് വീഡിയോ എടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. നമ്മുടെ ചീരയെ നമുക്ക് കണ്ടിക്കാം. അങ്ങനെ നിന്ന് പോയാലും ഉണ്ടല്ലോ, അങ്ങനെ നിന്ന് പോയാലും അതങ്ങ് എന്താ വിളഞ്ഞു പോയാൽ പിന്നെ തണ്ടിന് ഭയങ്കര കട്ടിയാവും, പിന്നെ അതങ്ങ് പൂത്തുപോകും. പിന്നെ നമുക്ക് രാവിലെ എല്ലാം നല്ല വെയിലായി കുളമെല്ലാം ചൂടിക്കൊണ്ട് നമുക്ക് വരുന്ന മോനെ നമുക്ക് എനിക്കൊരു കൂട്ടിന് ചീര കണ്ടിക്കാൻ. ഭയങ്കര കാറ്റ്, അമ്മയുടെ കൂടെ വായോ. ഭയങ്കര വെയിൽ കേട്ടോ, ഭയങ്കര കാറ്റ്. നിങ്ങളുടെ അവിടെയൊക്കെ കാറ്റുണ്ടോ? നമ്മുടെ ഇവിടെയൊക്കെ ഭയങ്കര കാറ്റിന്ന് മൊബൈൽ പൊട്ടി തെറിക്കോടാ മോനെ. നമ്മുടെ ശംഖുപുഷ്പം കേട്ടോ, മഴയില്ലാത്തത് കൊണ്ടേ കുരുടി വരുക. എന്താ കുരുടി വരിക കേട്ടോ. മക്കൾ കണ്ടിക്കാവോ? അമ്മ തണലത്ത് മാറി നിൽക്കാം. എൻ്റെ മോൻ പറയുവാന്നേ, ചീര കണ്ടിക്കാൻ മോൻ അറിയത്തില്ലെന്ന്. ദേ കണ്ടോ, ഇച്ചിരി പൂ തന്നു കേട്ടോ, ഇച്ചിരി പൂ തന്നു. അത് ഞാൻ പറിച്ച് വെച്ചു. പിന്നെ നിങ്ങൾ ആരോടും പറയരുത് ഞാൻ ഇങ്ങനെ വേലി ചാടുന്ന കാര്യം കേട്ടോ. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേലിയൊക്കെ ചാടുമല്ലോ. അപ്പുറത്തൂടെ പോകാൻ സ്ഥലമില്ലാഞ്ഞിട്ടല്ല, ഉരുത്തക്കേട് പിടിച്ച പെണ്ണിൻ്റെ കാര്യം എന്തെങ്കിലും പറയാം. അമ്മേ ആരും കാണൂ, പള്ളി പ്രാർത്ഥനയൊക്കെ നടക്കുന്ന കേട്ടോ. ആരെങ്കിലും കണ്ടാൽ പിന്നെ നാണക്കേടാണ്, പിന്നെ എനിക്കിവിടെ ജീവിക്കേണ്ട കേട്ടോ. എന്തായാലും ഞാൻ ഒരു തവണയും കൂടെ ഞാൻ ഈ വേലി ഒന്ന് ചാടിക്കോട്ടെ. ഇവിടെ ഇച്ചിരി തണലുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വേലി ചാടുന്നത്. ഇറങ്ങാനും പറ്റുന്നില്ലല്ലോ ദൈവമേ. ചാടി. നമ്മുടെ പള്ളിയിലേ പ്രാർത്ഥന നടക്കുന്നു. വാ മോനെ ഇങ്ങോട്ട് വാ കൂട്ടാ. എൻ്റെ പൊന്നെ എന്തൊരു വെയിലാണെന്നറിയാവോ. നമുക്ക് കണ്ടിക്കട്ടെ, ചീര കണ്ടിക്കാം. വൈകിട്ടും രാവിലെയൊക്കെ വെള്ളം കോരുന്നുണ്ട്. പക്ഷേ എങ്കിലേ അത്രയ്ക്ക് വെയിലത്താ ഇത് നിൽക്കുന്നത് കേട്ടോ. ഞാൻ എന്തായാലും എല്ലാം കണ്ടിച്ചു. ഇനിയിപ്പം നിർത്തിയിരുന്നാലേ ഈ തണ്ടങ്ങ് മുറ്റി കഴിഞ്ഞാൽ കൊള്ളത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ശംഖുപുഷ്പമൊക്കെ വരുന്നു. ശംഖുപുഷ്പം നമ്മുടെ തോട്ടത്തിൽ തന്നെ ഫ്രഷ് ചീര നമുക്ക് തോരൻ പറ്റില്ല. കാറ്റ് കേട്ടോ, എന്തൊരു കാറ്റ്. രാവിലെ എൻ്റെ തീയ ഉണ്ടല്ലോ, രാവിലെ വന്ന് ഇവിടെ എല്ലാം തൂക്കുക, എന്നിട്ട് അങ്ങ് പോയി. ഇന്ന് നിന്നില്ല ഇവിടെ കേട്ടോ. ഇവിടെ കണ്ടിട്ടോ, ഞാനിതേ ഇതിൻ്റെ അരി എടുക്കാൻ നിർത്തിയതാണ്. പക്ഷെ ഈ ഒരു ചീര മാത്രം നല്ലതായിട്ട് നോക്ക്, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഇവനോട് എനിക്കൊരു പ്രേമം തോന്നുന്നു കേട്ടോ. ചീരേ നിന്നെ ഞാൻ പ്രേമിക്കുന്നു ചീരേ എന്ന് വെച്ചാൽ അത്രയ്ക്ക് സൗന്ദര്യമുള്ള ഒരു ചീര കേട്ടോ. ഇത് മാത്രം നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടോ. അത് സാരമില്ല, നമുക്ക് കണ്ടിക്കാം. ആരാന്ന് കിളിക്കട്ടോ. നമുക്ക് ഇത്രയും ചീര കിട്ടി. എൻ്റെ സ്വന്തം തോട്ടത്തിലെ സുപ്രുവിൻ്റെ സ്വന്തം തോട്ടത്തിലെ സ്വന്തം ചീര. എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. അപ്പോഴേ കഴിയൊക്കെ വെച്ചിട്ടെ ഇവിടെ അങ്ങ് നിൽക്കാൻ ഒക്കത്തില്ല, ഭയങ്കര വെയിൽ. കഴിയൊക്കെ വെച്ചിട്ട് നമുക്ക് തോരൻ നിൽക്കാം കേട്ടോ. വെയിൽ കൊണ്ട് എന്തിന് കറക്കും നമ്മൾ.
ഇനി വന്നപ്പോഴുണ്ട് നമ്മുടെ ചിന്നു ചിന്നു ചിന്നേ 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 ചിന്നു ഇവിടെ നിന്ന് കരയുന്നു. ചിന്നുവാവേ എന്തേ ആരായി കിടക്കുന്നേ? എന്നെ തിരക്ക് എത്ര പേരാന്നറിയാവോ കിടക്കുന്ന? മീൻ കഴുകുന്നതിന്റെ വേസ്റ്റ് കൊടുക്കുമെന്നും പറഞ്ഞു ദേ ഒരാൾ കിടക്കുന്നു. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് കഴുകട്ടോ. 2-3 വെള്ളം കഴിഞ്ഞതാട്ടോ. ഇനി നമുക്ക് അരിഞ്ഞുകൊണ്ട് അങ്ങ് പെരയിലോട്ട് പോയാലോ? എന്തായാലും അരിയണം. ഞാൻ തന്നെ അരിയാനോ? ആരാടാ അവിടെ? ഞാൻ തന്നെയുള്ള അരിയാൻ. അപ്പോൾ നമുക്ക് അരിഞ്ഞോട്ട് അങ്ങ് പോകാം. കുറച്ചേ ഉള്ളൂ കേട്ടോ. നോക്കട്ടെ, ഈ തണ്ടിൻ്റെ അവിടെ ഇച്ചിരി ഒരിത് കാണും. നമ്മുടെ ജയചേച്ചി അവിയൽ വയ്ക്കുമല്ലോ, ചീര അവിയൽ. നമ്മളിവിടെ അങ്ങനെ വെക്കത്തില്ല, തോരനാണ് നമ്മളിവിടെ വെക്കുന്നത് കേട്ടോ. ഞാൻ അരിയട്ടെ. വെള്ളം ഓഫാക്കുമോ? ഇവിടെ നിന്ന് അരിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ കിളികളുടെ നല്ല സൗണ്ട് ഇട്ട് കേട്ടോ. നമ്മുടെ കരിയിലക്കിളി ഇഷ്ടം പോലെ ഉണ്ട് നമുക്കിവിടെ കേട്ടോ. ഇപ്പം പലതരം കിളികൾ നമ്മുടെ ഇവിടെ വരുന്നുണ്ട്. വേറെ ഒരു 2-3-4 തൊപ്പി വെച്ചുള്ള ഒരു സൈസ് കിളിയെ കിളികളുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഞാനിവിടെ എല്ലാം ചെടി ഇട്ടേക്കുന്നതുകൊണ്ടുണ്ടല്ലോ ഇവർ വന്ന് അതിനകത്തിരിക്കും. ഞാൻ ചീര അരി കേട്ടോ. ഇവർ വന്ന് ഇവിടെ എല്ലാം വന്നിരിക്കും. നല്ല രസം, നല്ല സൗണ്ട്. അപ്പോൾ എനിക്ക് ബോറടിക്കത്തില്ല ഇവിടെ നിന്ന് പാചകം ചെയ്യുന്നതിനോട്. അല്ലെങ്കിൽ എനിക്ക് അത്ര പാചകം ചെയ്യുന്നതിനോട് ഒരു പിണക്കവും ഒരു കെറും ഇല്ല. പക്ഷേ ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ഉടായ്പിലെ പാചകമല്ലേ, അതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമുണ്ട്. എല്ലാ വീടുകളിലും ഇപ്പോൾ ഈ കരിയിലക്കിളി ഉണ്ടല്ലോ അല്ലേ? സത്യം പറഞ്ഞാൽ നമ്മുടെ അമ്മ ഇല്ലാത്തത് കൊണ്ടുണ്ടല്ലോ ഒരനുഭവം ഇല്ല, ആവിയില്ല. നമ്മുടെ വീടങ്ങ് ആകമാനം ഉറങ്ങി എൻ്റെ പിള്ളേരെ. അത് സത്യമാണ്. നമ്മുടെ അമ്മമാരില്ലെങ്കിലുണ്ടല്ലോ വീടും നമ്മുടെ ഈ മുറ്റവും ഒക്കെ അങ്ങ് ഒരു മാതിരി അങ്ങ് നമുക്ക് തന്നെ ദേഷ്യം വരും. കൊച്ചുങ്ങൾ പറയുന്ന അമ്മാമ്മ ഇല്ലാത്തതുകൊണ്ട് ഒരു രസവുമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ പ്രായമായവരൊക്കെ ഇങ്ങനെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കത്തില്ലേ, നമ്മളെ വിളിച്ചുകൊണ്ടും ഇരിക്കും അല്ലയോ? ഇവിടേക്ക് ഉത്സവം ഇന്ന് എൻ്റെ വീടിൻ്റെ അവിടെ ഉത്സവം കേട്ടോ. പക്ഷേ തോന്നില്ല, മോന് പരീക്ഷയൊക്കെ ആയതുകൊണ്ട് ഒരു തീർപ്പായില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയും നമുക്കൊന്ന് പോയിട്ട് വരാമായിരുന്നു. കൊച്ചുങ്ങൾക്കൊക്കെ പരീക്ഷ ആയതുകൊണ്ട് നമ്മളെങ്ങനെ പോകാനാ? എടാ നീ എന്നെ അവൻ മീൻ കഴുകുന്നതിന് വന്ന് ഇങ്ങനെ നോക്കി കിടക്കുക. വേസ്റ്റൊക്കെ ഞാൻ കൊടുക്കും കേട്ടോ. അല്ലാതെ ഇപ്പം നമ്മളെന്തോ ചെയ്യാനാ? അവരൊക്കെ ഒന്നും കഴിക്കാൻ ഇല്ലാതെ കിടന്ന് വലയതേണ്ട അവിടെ കിടപ്പുണ്ട്. എന്നെ നോക്കി തരാവടാ, ഞാൻ തരാം. ഞാൻ മീൻ കണ്ടിക്കട്ടെ കേട്ടോ. പാവം തന്നെ എന്നെ നോക്കി കിടക്കുന്നു. രാവിലെ വന്നേ ഏതാണ്ട് പറയാൻ വന്നു എന്തുവാന്ന്. നല്ല വെട്ടമുണ്ട് ഇവിടെ. ഞാൻ ഇവിടെ നിന്നേ അങ്ങനെ വീഡിയോ എടുക്കത്തില്ല. അമ്മ എപ്പോഴും ഇവിടെ ഇരിക്കത്തില്ല. എനിക്കറിയുമ്പോഴും നാണം വരും കേട്ടോ. അതുകൊണ്ട് ഞാനങ്ങനെ ഞാൻ എപ്പോഴും അകത്ത് വെച്ചല്ലേ വീഡിയോ ഒക്കെ എടുക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ പുറത്ത് വെച്ചൊക്കെ വീഡിയോ എടുക്കുമ്പോൾ അങ്ങ് നാണം വരും. ആരെങ്കിലുമൊക്കെ കാണും. അതാ സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ വട്ടം നോക്കും, ആരെങ്കിലുമൊക്കെ കാണുന്നോ എന്നൊക്കെ നമുക്കൊരു ചമ്മൽ. അവരെന്ത് വിചാരിക്കും എന്നൊക്കെ ചമ്മൽ. കഥയും പറഞ്ഞു ഞാൻ നമ്മുടെ ചീരയെല്ലാം അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇനി അറ്റത്ത് വെച്ചേക്കാം മൊബൈൽ, അതുകൊണ്ട് ചിലപ്പം വീഴും. വേണ്ട, ഇന്ന് കടമ്പനാട്ട് വരെ എനിക്ക് പോകണം. മോടെ പേരൻസ് മീറ്റിങ്ങാണ്. ടീച്ചർമാരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയും കേട്ടോ. അവൾ എന്നെ കോളേജിൽ കൊണ്ടുപോയിട്ടില്ല. ശുംഭിയ കോളേജിൽ എന്നെ കൊണ്ടുപോകത്തില്ല, പപ്പയെ കൊണ്ടുപോകുന്നേ. ഇന്ന് എന്തോ പറ്റിയോ എന്തോ. ടീച്ചർമാർക്കൊക്കെ വലിയ കാര്യം കേട്ടോ. നമ്മുടെ പേരൻസിനെയൊക്കെ
വലിയ കാര്യം. ആരാണ് ഗേറ്റ് തുറന്നു? ഞാൻ നോക്കട്ടെ, വെള്ളന്മാർ വല്ലതും. അങ്ങനെ നമ്മൾ ചീരയൊക്കെ അരിഞ്ഞു വെച്ചു, മീനും കഴുകിയെടുത്തു. അയലമീൻ ഇന്ന് നമുക്ക് ചന്ത കേട്ടോ, ചന്ത ദിവസം ഇപ്പം ചന്തയിൽ പോകാറുണ്ട് കേട്ടോ. ഒരു മുളക് അരച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചില്ല. തേങ്ങ അരയ്ക്കുന്നില്ല ഇന്ന്, അടുത്ത ദിവസമായി. ഇന്നലെയൊക്കെ പറഞ്ഞെങ്കിലും തേങ്ങ അരച്ചൊക്കെ വെക്കാമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ വിചാരിച്ചു അവരെന്നെ തല്ലി കൊല്ലും കൊച്ചുങ്ങൾ, അവർക്ക് മുളക് അരച്ചത് മതി കേട്ടോ. അതുകൊണ്ട് വിചാരിച്ചെന്നാൽ മുളക് അരച്ച് തന്നെ നമുക്കിന്ന് മീൻ കറി വയ്ക്കാം കേട്ടോ. പുളിമുളക് അങ്ങനെയല്ലേ പറയുന്നേ, പുളിമുളക്. ചീരയ്ക്ക് ഞാൻ തേണ്ട അരച്ചും വെച്ചു, ചതച്ചും വെച്ചു. സുജാത ചേച്ചിയുടെ കൊച്ചുമോളെയും കൊണ്ട് ചതച്ച് വെച്ചു. അപ്പോഴും വേഗം പണി നടക്കുമല്ലോ. പിന്നെ തേണ്ട മീൻ വറക്കാനും ഉണ്ട് കേട്ടോ. ചട്ടി അങ്ങോട്ട് വെച്ച് എണ്ണ ഒഴിച്ചില്ല, മീനെ വറക്കാനും ഉണ്ട്. പിന്നെ നമുക്ക് പച്ചരി, ഇത്രയും മതിയല്ലേ ഇന്ന്? മതി. നമ്മുടെ എപ്പോഴും പറയുന്നത് പോലെ ഉടായിപ്പിലെ കറികൾ. അപ്പോഴേ മീൻ വറക്കാനും കൂടെ വെച്ചാൽ എളുപ്പമാണല്ലോ പരിപാടി. എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാം. മസാലയൊക്കെ എപ്പോഴേ പുരട്ടി വെച്ചതാ കേട്ടോ. അതുകൊണ്ട് വേഗം നമുക്ക് പണി കഴിയും. പിന്നെ പച്ചടിക്കും കൂടെ എനിക്ക് അരച്ചാൽ മതി. പച്ചടിക്ക് അരച്ചാൽ ബാക്കിയെല്ലാം ആയി. ബാക്കിയെല്ലാം ആക്കി വെച്ചേക്കുവാണല്ലോ നമ്മൾ. അല്ലേ, മിടിക്കുകയാണോ ഞാൻ? നിങ്ങൾ പറയാൻ മിടിക്കുകയാണോ? വേണ്ട മീന് പൊട്ടിത്തെറി തുടങ്ങുന്നതിന് മുന്നേ ഞാനങ്ങ് ഇടും കേട്ടോ. അവിടെ കിടന്ന് എന്നിട്ടങ്ങ് അടച്ച് വെക്കാം നമുക്ക്. അപ്പോഴവിടെ കിടന്നങ്ങ് മുരിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോഴേ എന്നോ ഒരു മീൻ നമ്മുടെ പറഞ്ഞിട്ട് തീയിൽ വെച്ചല്ലോ. അപ്പോൾ നമ്മളൊക്കെ, ഞാനും അങ്ങനെയാണ് വിചാരിക്കുന്നത്, നമ്മളെപ്പോലെ ആയിരിക്കും എല്ലാവരും വെക്കുന്നത്. പക്ഷെ അല്ല അല്ലേ, അല്ല. അപ്പോൾ ചിലർക്കൊക്കെ കാണാനൊക്കെ എനിക്കും സത്യം, നിങ്ങളൊക്കെ പാചകം ചെയ്യുമ്പം അത് കാണാനൊരു കൊതി വരും കേട്ടോ. അതെല്ലാവർക്കും ഉള്ളത്. അപ്പോഴേ ഞാൻ ഇനി കാണിക്കാം കേട്ടോ. അത് ഇനി വെക്കുമ്പം ഈ അടുത്ത മാസം 1-ാം തീയതി ഉണ്ടല്ലോ, അന്നേരം നമുക്ക് വെക്കാം. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പറങ്ങാണ്ട് തീയൽ നമ്മൾ തീയൽ വെക്കത്തില്ല, അതുമാതിരി തന്നെ തേങ്ങ വറുത്തരച്ച്. പിന്നെ അന്ന് ഞാൻ പെരിഞ്ചീരകം അരച്ചു, കിഴങ്ങുള്ളിയും ഇതും കൂടി ഇട്ട് വഴറ്റിയിട്ട് അങ്ങനെ കേട്ടോ. പിന്നെ അത് കാണാൻ എന്താ, ചിലർ തീയൽ വെക്കത്തില്ലായിരിക്കും, അതായിരിക്കും, അങ്ങനെ ആയിരിക്കാം. അതാണ് ഉദ്ദേശിച്ചത്. ആണെങ്കിൽ പോട്ടെ, ഞാനിനിയും കാണിക്കാം കേട്ടോ. നമ്മൾ വിചാരിക്കുമോ നമ്മളെപ്പോലെ ആയിരിക്കും എല്ലാവരും വെക്കുന്നത്. പക്ഷെ അല്ല, വേറെ ഓരോരുത്തരത്ത് വേറെ രീതിയിലൊക്കെ ആണല്ലോ പാചകം ചെയ്യുന്നത്. ഉപ്പിട്ട് കൊടുത്തില്ല കേട്ടോ, ഉപ്പിട്ട് കൊടുത്തില്ല. പുളിയൊക്കെ ഞാൻ അതിനകത്ത് ഇട്ട് വെച്ചതാണ്. നല്ല അയല മീനായിരുന്നു, നല്ല പച്ച അയല. എനിക്ക് തോന്നുന്നു രാവിലെ നമ്മളാണ് വിലകിശാനം കണ്ട് പോയെന്ന് കടലിലേട്ടോ. എന്തൊരു നല്ല, നമ്മൾ കഴുകുമ്പം തന്നെ അറിയാം നമ്മുടെ മീനെ എന്തുമാത്രം നല്ലതാണ്. നല്ല പച്ച മീനായിരുന്നു കേട്ടോ, നല്ല പച്ച മീനായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് നല്ല വെയിലും വെട്ടമൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. മീനൊക്കെ ഒന്ന് തിളയ്ക്കട്ടെ. അടുത്തതായിട്ട് ചീരയാണ് അരങ്ങിൽ. പിന്നെ അത് കഴിഞ്ഞ് അരങ്ങിൽ പച്ചടിയാണ്. അപ്പോൾ പച്ചടിക്കും കൂടെ അരച്ച് വെച്ചാൽ എളുപ്പം നടക്കുമല്ലോ കാര്യങ്ങൾ. അരച്ചുകൊണ്ട് വരട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ മീൻ വറുത്തു. മീൻകറിയായി. ധൃതിയാണ് ഇന്ന്. ഇനി പേരൻസ് മീറ്റിങ്ങിന് പോകണമല്ലോ. മീൻകറിയായി. ചൂടായി എടുത്ത് കാണിക്കുന്നത് എങ്ങനെ. മീൻകറിയായി. ഉപ്പൊക്കെ നോക്കി, ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ഞാനല്ലേ ഇട്ടത്. അപ്പോഴും കറക്റ്റ് ആയിരിക്കും. അപ്പോഴത്തെ വെള്ളരിക്കും പച്ചമുളകൊക്കെ അങ്ങോട്ട് അരിഞ്ഞ് വെച്ച് നമ്മൾ പച്ചടി ഉണ്ടാക്കാൻ പോവാണെന്ന് പറഞ്ഞല്ലോ. അപ്പോഴും ചൂടുണ്ട് കേട്ടോ ചട്ടിക്ക്. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ അങ്ങോട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനേ വെള്ളം ഒഴിച്ചല്ല അരയ്ക്കുന്ന, തേങ്ങയും പിന്നെ എന്തുവാ നമ്മുടെ തൈര് തന്നെ അങ്ങോട്ടാണ് ഒഴിച്ചാൽ ഞാൻ അരയ്ക്കുന്നത്. അപ്പോഴാണ് നിങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പോഴും പിന്നെ ബാക്കിയുള്ള തൈരും കൂടെ നമ്മളങ്ങ് ഒഴിച്ചു വയ്ക്കും. നമ്മുടെ തൈര് തീർന്നു കേട്ടോ. ഇനി ചിത്തി കനിയുവാണെങ്കിൽ നമുക്കിനി തൈര് കിട്ടുന്നതാണ്. സോപ്പിട്ട് നിൽക്കാം അല്ലേ, എന്നാലല്ലേ ഇങ്ങനെ തൈരൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ.
ഉപ്പിട്ടില്ല കേട്ടോ. ഓണാണല്ലോ നമ്മുടെ വീഡിയോയ്ക്ക്, ഇല്ലെങ്കിലാ ഞാൻ അവിടെ അടിച്ച് ശരിയാക്കുന്നത്. ഇനി നമുക്ക് കടുവും കൂടെ വറുത്താൽ മതി. ചൂടുള്ളത് കൊണ്ടാണ് ഞാൻ നമ്മുടെ അരപ്പൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ. അരപ്പങ്ങ് വേവുമല്ലോ, ചൂടിനകത്ത് കിടന്ന് ആ പച്ചമണവും മാറുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാ, പച്ചടിക്ക് കടുക് വറക്കണം, ചീരയ്ക്ക് കടുക് വറുത്ത് അതിനകത്തോട്ട് കിട്ടണം. രണ്ട് കാര്യവും ഒരുമിച്ചാവുമല്ലോ. ഞാൻ ഇന്നിപ്പോൾ വേറെ ഒന്നും കടുക് വറക്കാനൊന്നും നിൽക്കുന്നില്ല, ഇന്ന് ബിസിയാണ്. ഉപ്പൊക്കെ ഉണ്ട്, പുളിയൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് പാത്രമൊക്കെ ആയി വന്നു. അതൊന്ന് കഴുകണം. ഞാൻ കടുക് വറുത്തിട്ടെ. നമ്മുടെ തല്ലിപ്പൊട്ടി എന്താണെന്നറിയാം, ഞാൻ കുപ്പിയുടെ അടിയിൽ എപ്പോഴും ഒരു പാത്രം എടുത്തു വയ്ക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞുണ്ടല്ലോ ഒരു എണ്ണമയം അവിടെ വീഴും. അതിന് ഞാൻ ഒരു പാത്രത്തിനകത്താണ് ഇപ്പോഴും വെളിച്ചെണ്ണ പാത്രം എടുത്ത് വയ്ക്കുന്നേ കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെ? അല്ലെങ്കിൽ ഈ മേശത്തൊക്കെ മൊത്തം വെളിച്ചെണ്ണ നമ്മളാണെങ്കിൽ സൂക്ഷിച്ചെടുക്കും. പക്ഷേ കൊച്ചുങ്ങളെങ്ങനെ ഇടയ്ക്ക് വന്ന് എടുക്കുകയാണെങ്കിൽ അവരിതേ വന്ന് വേറെ ഇരിപ്പുണ്ടെങ്കിലും ചിലപ്പോൾ ചില ആവശ്യത്തിനൊക്കെ അവർ വന്ന് എടുക്കാറുണ്ട് കേട്ടോ. എൻ്റെ മുളക് പാത്രം എന്ത് ചെയ്യും? ഇന്നലെ ഞാൻ പറഞ്ഞു എൻ്റെ മുളക് തീർന്നു, കടുക് വറക്കാനുള്ള ഇന്നും കൂടെ ഉള്ളൂ. ഇന്ന് പറഞ്ഞു വേണം കേട്ടോ. കടുക് വറക്കാനുള്ള മുളക് ഏറ്റിരുന്നു. എനിക്ക് ആ മുളകില്ലെങ്കിൽ ഇഷ്ടമേ അല്ല. കടുക് ഇട്ടില്ലല്ലോ നമ്മൾ. പച്ചടിയല്ലേ, പച്ചടിക്ക് ഇച്ചിരി കടുക് ധാരാളമായി കിടക്കട്ടല്ലയോ. നമുക്ക് അവിടെ നിന്നൊന്ന് മാറി നിൽക്കാം. ഇല്ലെങ്കിൽ എൻ്റെ മുഖം മൊത്തം പോവും. പൊട്ടണം കൊണ്ടല്ലപ്പോ. എന്ത് ചെയ്യാം, എന്തൊക്കെ തരണം ചെയ്താണ് ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ വെച്ചോണ്ടാക്കുന്നതില്. പൊട്ടിയാടാ, പൊട്ടിക്കഴിഞ്ഞാടാ. പൊട്ടുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇച്ചിരി കൂടുതൽ ഇട്ടു. എന്താ വെച്ചാൽ പച്ചടിക്ക് ഇച്ചിരി കലാപരമായിട്ട് കടുകിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇന്ന് എന്താണ് ഈ പച്ചടി കൂട്ടിയിട്ട് തുള്ളി ചാടുവേ ഇവിടെ. കറിവേപ്പില ഒന്നും എടുക്കാൻ പോയില്ല, ഇന്ന് സമയമില്ല എനിക്ക് കേട്ടോ. ഇത് ബിസിയാണ് എനിക്ക്. അവിടെ കിടക്കണം, കലാപരമായിട്ടിരിക്കട്ടെ. നമ്മൾ കടുക് അതിനകത്ത് ഇടുമല്ലോ, അരയ്ക്കാൻ ഇടുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. നമ്മുടെ ചീരയും കൂടെ ആയാൽ മതി നമ്മുടെ പരിപാടി കഴിഞ്ഞ് കേട്ടോ. അടുക്കളയിലെ ഇപ്പം എടുത്തത് കുറച്ച് പാത്രങ്ങളാണ്, വേറെ ഒന്നുമില്ല. ഞാൻ കഴുകി അന്നേരം വെക്കില്ല, അതുകൊണ്ട് നമുക്ക് ഒത്തിരി പാത്രങ്ങളൊന്നും ആവത്തില്ല. ചീര ചൂടും പറഞ്ഞങ്ങ് ആവുമല്ലോ, എളുപ്പമില്ല. ഞാൻ പിന്നെ ഇത് മറ്റേ ചട്ടിക്കകത്തായിരുന്നു. ഇന്നിപ്പോൾ എളുപ്പത്തിൽ അങ്ങ് ചെയ്യുക ഇതൊക്കെ കേട്ടോ. അടയ്ക്കാൻ പാത്രം എടുക്കാൻ വരട്ടെ. പച്ചടിക്ക് കടുക് വറുത്തിട്ട് അന്നേരം അടയ്ക്കേണ്ടതാണ്, മറന്നുപോയി. അപ്പോഴും പെട്ടെന്ന് ഞാൻ ചീര ഇടാനേ ഓടിപ്പോയതാണ്, മറന്നുപോയി. കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അതും കൂടെ കഴുകിയിട്ട് വേഗം പോകാൻ നോക്കട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കടമ്പനാട്ടൊക്കെ പോയി ദേ എനിക്ക് കുറേ പൊട്ടൊക്കെ വേണമായിരുന്നു. പൊട്ടെല്ലാം അങ്ങ് തീർന്നു. ഇന്ന് ദിവസേന നമ്മൾ ഒട്ടിക്കണ്ടേ. അപ്പോഴും ദേ എടുക്കുമ്പോൾ ഒരു 3-4-5 എണ്ണമൊക്കെ അങ്ങ് എടുക്കും. അമ്പിളിയമ്മാവന് കേട്ടോ. 2, 4, 5 മോക്ക്. പിന്നെ ദേ ഇതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല. വലുതാ. ഇന്നപ്പോഴും രാത്രി മൈലാഞ്ചി കല്യാണം ഉണ്ട് കേട്ടോ. മൈലാഞ്ചിയൊക്കെ ഇടണം. പിന്നെ ദേ ഒരു ക്യൂടെക്സ് വാങ്ങിച്ചു. അപ്പോഴതൊക്കെയാണ് ഞങ്ങൾ പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ടൊക്കെ വന്നത് കേട്ടോ.
അതൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചു. നമ്മുടെ പള്ളിയിൽ പ്രാർത്ഥനയൊക്കെ തുടങ്ങി. അതൊക്കെ കേട്ടിത്തിരി നേരെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. കൂട്ടുകാർക്ക് ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.